പെരിയാർ കടുവ സങ്കേതത്തിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജോലിക്ക് പോകുന്നത് ജീവൻ പണയം വെച്ചാണ്. ജീവനക്കാർക്കുണ്ടായിരുന്ന 2 ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾക്കായി കരയ്ക്ക് കയറ്റിയതോടെയാണ് ചങ്ങാടങ്ങളിലും ചെറിയ ഡിങ്കികളിലും 8 കിലോമീറ്റർ സ്വന്തമായി തുഴഞ്ഞ് യാത്ര ചെയ്യേണ്ടി വരുന്നത്. ജീവനക്കാരുടെ സംഘടന നേരിട്ട് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഉൾഭാഗത്തുള്ള പെരിയാർ റേഞ്ചിൽ 4 സെക്ഷനുകളിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഡ്യൂട്ടിക്കായി ദുരിതയാത്ര നടത്തേണ്ടത്. ആഴ്ചതോറും 25 ഉദ്യോഗസ്ഥരെ വീതമാണ് ഇവിടങ്ങളിലേക്ക് നിയോഗിക്കുന്നത്. ബുധനാഴ്ച തോറുമാണ് ഡ്യൂട്ടി മാറുക. 30-ലധികം പേർക്ക് സഞ്ചരിക്കാവുന്ന വനംവകുപ്പിന്റെ 2 ബോട്ടുകളിലാണ് മുൻപ് ഇവരെ എത്തിച്ചിരുന്നത്. 3 വർഷം മുമ്പ് ഈ ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾക്കായി കരയ്ക്കു കയറ്റി. യഥാസമയം ഫണ്ട് അനുവദിക്കാത്തതിനാൽ പണികൾ മുടങ്ങി. ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുണ്ടെങ്കിലേ ഇവ നന്നാക്കി പുറത്തിറക്കാൻ കഴിയൂ. ഒരു ബോട്ടിന് അടുത്തിടെ 16 ലക്ഷം രൂപ അനുവദിച്ച് പണികൾ ആരംഭിച്ചിട്ടുമുണ്ട്. എന്നാൽ രണ്ടാമത്തെ ബോട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവുമില്ല. നിലവിൽ തെക്കടിയിൽ നിന്നും ജീപ്പിലാണ് ജീവനക്കാരെ വനത്തിനുള്ളിലുള്ള സീനിയറോഡ എന്ന സ്ഥലത്തെത്തിക്കുന്നത്. ഇവിടെ നിന്നും ഡിങ്കിയിൽ അപകടകരമായ രീതിയിൽ യാത്ര നടത്തണം. 5 പേർക്ക് കയറുവാൻ കഴിയുന്ന ഡിങ്കിയിൽ 10-ലധികം പേരാണ് സഞ്ചരിക്കുന്നത്. വനംവകുപ്പ് ജീവനക്കാരുടെ സംഘടന തന്നെ ഇതിനെതിരെ പരാതി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മറ്റ് നദികളിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇവിടെ പഴയ മരത്തിൻ്റെ കുറ്റികൾ നിലനിൽക്കുന്നുണ്ട്. ഈ കുറ്റികളിലൊക്കെ ഈ ഡിങ്കി തട്ടിക്കഴിഞ്ഞാൽ ഇത് മറിഞ്ഞ് വലിയ അപകടം ഉണ്ടാവും. ജീവനക്കാരുടെ ജീവൻ അപായത്തിലാണ് ഏത് സന്ദർഭത്തും. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ പല സമയങ്ങളിലും കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്തിന് നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ് വീണ്ടും ഇത് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ചില സമയങ്ങളിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മീൻ പിടിക്കാനെത്തുന്ന ആദിവാസികളുടെ ചങ്ങാടങ്ങളെ ആശ്രയിച്ചുമാണ് ഇവർ ജോലിക്കായി പോകുന്നത്. ലൈഫ് ജാക്കറ്റോ മറ്റൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമില്ല. ആളുകളുടെ എണ്ണം കൂടുതൽ മാത്രമല്ല, ഇവർക്കാവശ്യമായ ഭക്ഷണ സാധനമടക്കം വലിയ ലഗേജും ഈ ചെറുവള്ളങ്ങളിലാണ് അക്കരയ്ക്ക് എത്തിക്കുന്നത്. കാട് കാക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യുമ്പോഴും അവരുടെ ജീവന് സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ വനംവകുപ്പിന് കഴിയുന്നില്ല. ജീവനക്കാരുടെ സംഘടന തന്നെ പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കാൻ പോലും ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.